പാൻ കാർഡ് 2.0 പേരിൽ തന്നെ മാറ്റമുണ്ടല്ലേ? ചെറിയൊരു മാറ്റം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭാവിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? എന്താണ് പാൻ കാർഡ് 2.0? നമുക്കിപ്പോഴുള്ള പാൻ കാർഡിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുമോ? ഇനി അഥവാ നിലവിലുള്ള പാൻ കാർഡുള്ളവർക്ക് 2.0 ഒരു പണിയാകുമോ? അഥവാ പാൻ 2.0യിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയുള്ള പല വിഷയങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് പാൻ കാർഡ് 2.0? പാൻ കാർഡ് 2.0 എന്നുള്ളത് സാധാരണ പാൻ കാർഡിൻ്റെ ഒരു പുതിയ പതിപ്പാണോ? ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കൂടിയാണോ? ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. പ്രധാനമായും ഇത് AI എനേബിൾഡ് ഫാസ്റ്റർ വെരിഫിക്കേഷൻ, അതേ രീതിയിൽ തന്നെ ഫോർഡ് പ്രൂഫ് ഡിസൈന്, QR കോഡ് സപ്പോർട്ട്, പാൻ കമ്പാറ്റബിലിറ്റി എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന കീ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാസ്റ്റായിട്ട് KYCകൾ നടത്താൻ സാധിക്കും. QR കോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കും. അതുപോലെ ടാമ്പർ പ്രൂഫ് ഡിസൈനാണ്, അഥവാ പെട്ടെന്നൊന്നും മുടിയുകയോ മുറിയുകയോ ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈനാണ് പാൻ 2.0ന് നൽകിയിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആൻഡ് പ്രിൻ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ ആധാർ ലിങ്ക്ഡ് സെക്യൂരിറ്റിയോട് കൂടിയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അഥവാ സാധാരണ നമ്മൾ പഴയ പാൻ കാർഡ് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നമ്മൾ പാൻ കാർഡിന് വേണ്ടി വീണ്ടും ലിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പാൻ കാർഡാണ് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിലെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പല വീഡിയോകളിലൂടെയും തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അഥവാ പ്രധാനമായ പല വ്ളോഗേഴ്സും ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാതെ പല രീതിയിലുള്ള തംബ്ലൈനുകൾ നൽകിക്കൊണ്ട് അതല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോയിലുള്ള ടോപ്പിക്കുകളൊക്കെ ആയിക്കൊണ്ട് തന്നെ പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ഇത് നിർബന്ധമായും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ പാൻ കാർഡൊക്കെ അസാധുവായി പോകും, അതല്ലെങ്കിൽ പല രീതിയിലുള്ള ഫൈനുകളും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള പല കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പാൻ കാർഡ് 2.0 എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ പാനിക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള യാതൊരുവിധ നോട്ടിഫിക്കേഷനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല. എന്നാൽ നിലവിലുള്ള ഒരു സാധാരണ നോർമൽ പാൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നത് കുറേ കാലം മുൻപ് വന്നിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് തന്നെ വന്നതാണ്. ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചില ഫൈനുകൾ വരും എന്നുള്ളത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണെങ്കിലും ഇതുവരെ അങ്ങനെയുള്ളൊരു ആക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല. എങ്കിലും അതേ രീതിയിൽ ഇതിന് മുൻപോട്ട് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ അത് യാതൊരുവിധ രീതിയിലുള്ള അപ്ഗ്രേഡിങ് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നൽകിയിട്ടില്ല. അഥവാ ഇത് നിർബന്ധമായി നിങ്ങൾ 2.0യിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് യാതൊരുവിധ അറിയിപ്പും ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ചില യൂട്യൂബേഴ്സുകളുടേത് മാത്രമല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് അതല്ലെങ്കിൽ ആ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അക്ഷയിലും മറ്റൊന്നും പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യാതൊരു നിർബന്ധവുമില്ല. ഇനി ഫ്യൂച്ചറിൽ വരും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ തെറ്റുമില്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, അതല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അക്ഷയ സെൻറ്ററിൽ അങ്ങനെയുള്ള സെൻറ്ററുകളിലേക്കൊന്നും നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തം ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അഥവാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു സൈറ്റിലേക്ക് എത്തും. അവിടെ നിന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്ലൈ പാൻ കാർഡ് 2.0 എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പോർട്ടലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിലും അതുപോലെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിലും നൽകി കഴിഞ്ഞ് OTP വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെ ചോദിക്കുന്ന ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ട് ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് പേയ്മെൻറ്റ് കൂടി നൽകിക്കഴിഞ്ഞാൽ 50 രൂപയാണ് ചാർജ് വരുന്നത്. അതുകൂടി നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം തന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. വയസ്സായവരും ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയാത്തവരൊക്കെ ആണെങ്കിൽ അക്ഷയയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോകാം. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരെങ്കിലുമായിട്ട് നിങ്ങളുടെ മക്കളോ പേരമക്കളോ അങ്ങനെ ആരെങ്കിലും അറിയുന്നവരും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ തന്നെ മതി. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് തന്നെ ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 10-15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കാർഡ് നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. ഇനി പാൻ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക്
ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യാതൊരുവിധ പാനിക്കും വേണ്ട. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ യാതൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പഴയ പാൻ കാർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാൻ കാർഡാണിത്. കാണുന്ന ഡിസൈൻ ആയാലും ശരി, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചറുകളായാലും ശരി, വളരെ പെട്ടെന്ന് KYC പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഫീച്ചർഫുൾ ആയിട്ടുള്ളതാണ് 2.0 എന്നുള്ളത്. ആവശ്യമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്നാലും ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.